ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലെറ്റ്സ് പ്ലേ സ്പീഡ് റൺ ഒന്നുമില്ല. ഇന്ന് ഞാൻ ഒരു ട്രാപ്പിൻ്റെ സെറ്റിങ്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കൂടുതലും പേർക്കറിയാം, ട്രാപ്പ് ഉണ്ടാക്കാനൊക്കെ കുറേ പേർക്കറിയാം എങ്ങനെ പറ്റിക്കേണ്ടതെന്നൊക്കെ. പക്ഷെ കൂടുതലും പേർക്ക് അറിയാത്തത് ഇതുകൊണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ്. കൊല്ലാൻ ഇവർ പുറത്തിറങ്ങുക, അങ്ങനെ കുറേ പേര് അറിയില്ല എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ജാവയിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള മെക്കാനിക്സ് ഒക്കെ ഉണ്ട്. ജുഡെല്ലോ എന്നൊരു യൂട്യൂബ് ചാനൽ വരുന്ന ആളെത്തുണ്ട്. പക്ഷെ അതൊന്നും ബെഡ്റോക്കിൽ വർക്കാകത്തോണ്ട് തന്നെ അത് കുറേ തരം കണ്ടുപിടിച്ചു. അതിൽ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിതാണ്. ചിലപ്പോൾ ഇന്നേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കാൻ വേറെ യൂട്യൂബേഴ്സിനൊക്കെ അറിയും. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ആവുന്നതെന്ന് മനസ്സില. അപ്പോൾ അത് നമ്മൾ സർവൈവലാക്കി. ഇനിയിപ്പോൾ ഞാനിത് ട്രാപ്പ് പാറ്റേൺ ചെയ്തിട്ട് ഞാനത് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. എനിക്കിതുകൊണ്ട് സൈഡിലൊന്നും ചെയ്യാൻ പറ്റില്ല, മുകളിലേക്ക് ചാടാൻ പറ്റില്ല. ഇതിൽ പിന്നെ എത്ര ആർമർ സ്റ്റാൻഡാണ് നിങ്ങൾ വെച്ചതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് നിങ്ങൾ ചാടുക. ഈ നേരം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിലേക്ക് വരാം, ഇനി കൊല്ലിക്കൊല്ലാന്നാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഒരു റിപ്പയർ ഹുക്കൊക്കെ വെച്ചിട്ടൊരു സെൻസിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്. അത് സെൻസ് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഒരു റെഡ് സ്റ്റോണ് കത്തും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ഇൻചാർജ് വരും. അങ്ങനെ ലിവറിനെ ഓണാക്കും. ഈ ലിവറിൽ നിന്ന് കുറേ സ്ഥലത്തൊക്കെ കണക്ഷൻ വരുന്നുണ്ട്. ഇതൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഇതുകൊണ്ട് ഈ 2 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് ഇതുകൊണ്ട് ആർമർ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. അത് എത്ര എണ്ണം വെച്ചാൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. കൂടുതൽ വെക്കുന്തോറും അവർ പെട്ടെന്നൊന്നും പുറത്തിറങ്ങില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതേപോലെ ഉണ്ട്. അപ്പോൾ അവിടെ കൂടി ഇത്തിരി ആർമർ സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വേറൊരു റെഡ് സ്റ്റോണ് ഇതിലേക്കും വരുന്നുണ്ട്, ഈ പിസ്റ്റണിക്ക്. എന്നിട്ടൊരു റെഡ് സ്റ്റോൺ ഇതുകൊണ്ട് ഈ പിസ്റ്റണിക്ക് വരുന്നുണ്ട്. ഇവിടെ ഹണി ബ്ലോക്ക് വെക്കാൻ കാരണം നിങ്ങൾക്ക് മുകളിലേക്ക് ചാടാൻ പറ്റില്ല. പിന്നെ ഈ പിസ്റ്റൺ അതുകൊണ്ട് ഗ്ലാസ് പെയിനിനെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്കാക്കും. അപ്പോൾ നിങ്ങൾ ആ ഗ്ലാസ് പെയിൻ്റെ ഉള്ളിലും ആർമർ സ്റ്റാൻഡ് മുകളിലായതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെ ക്രൗച്ച് ചെയ്ത് ഇങ്ങനെ അടിച്ച് കൊല്ലാൻ പറ്റും നിങ്ങളെ. അപ്പോൾ അത് വേറൊരാളെ കാണിക്കാനായിട്ട് ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു വിച്ചിനായിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ബാക്കിയുള്ളവർ കാണുന്നത്. അപ്പോൾ ഒരു വിച്ചിനെടുത്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു വിച്ചിനെ സ്പോൺ ചെയ്ത് ആ വിച്ചതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ എനിക്കിങ്ങനെയാണ് കാണാം. ഇത് ഗ്ലാസ് പെയിൻ്റെ ഉള്ളിലേക്കൂടെ എനിക്ക് അടിക്കാൻ പറ്റില്ല. പക്ഷെ ഇവനക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആർമർ സ്റ്റാൻഡ്സൊക്കെയാണ്. ഇതെങ്ങനെ വർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഇതുകൊണ്ട് ആ ആർമർ സ്റ്റാൻഡിനൊക്കെ ഈ പിസ്റ്റൻസ് പുള്ളി ചെയ്യും. എന്നിട്ട് ഈ ഗ്ലാസ് പെയിൻ്റെ ഉള്ളിൽ നമ്മൾ കുടുങ്ങിയതിൻ്റെ ശേഷം ആ ആർമർ സ്റ്റാൻഡ് വീഴും. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ആക്കിയതിനെ കാണാം, ഇതാണ്ടാവും ഈ ആർമർ സ്റ്റാൻഡ് ഒന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. ഇത്തിരി റെഡ് സ്റ്റോൺ മാത്രം മതി, പിന്നെ ഇത്തിരി പിസ്റ്റണും. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുകൊണ്ട് ഇങ്ങനെ ഇത്തിരി ആർമർ സ്റ്റാൻഡ് വെക്കണം. എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ ഇത്തിരി ആർമർ സ്റ്റാൻഡ് വെക്കണം. ഇത് നിങ്ങൾക്ക് എത്ര സ്റ്റാക്ക് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഈ ആർമർ സ്റ്റാൻഡ് ഒരു കണക്കുമില്ല. ഒരു സ്റ്റാക്കോ 2 സ്റ്റാക്കോ എത്രയെന്ന് വെച്ചാൽ വെക്കാമെന്ന് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ട്രാപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ട്രാപ്പ് ചെയ്തിട്ട് എങ്ങനെ ഇവരെ കൊല്ലാന്ന് മാത്രം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഇതിലേക്ക് വീഴും. ഇതാ കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ ഗ്ലാസ് പെയിൻ്റെ അടിയിലാണ്, പക്ഷേ ഈ ആർമർ സ്റ്റാൻഡ് അതിൻ്റെ മുകളിലാണ്. ബാക്കിയുള്ളവർക്ക് ഇന്നെ അടിക്കാൻ പറ്റും, പക്ഷേ എനിക്ക് ഈ ആർമർ സ്റ്റാൻഡ് മാത്രമേ എവിടെ ടച്ച് ചെയ്യുന്നത് ഈ ആർമർ സ്റ്റാൻഡിന് പറ്റുള്ളൂ.
എനിക്ക് ബ്ലോക്ക് പൊട്ടിക്കാൻ പറ്റില്ല. എങ്ങനെ പൊട്ടിക്കാൻ നോക്കിനെ കണ്ട എൻ്റെ സോഡ് പോയണ്ട. ഞാൻ സോഡ് കിട്ടണമെങ്കിൽ ഇതാണ്ട സോഡ് കിട്ടി. ഇത് പൊട്ടിച്ചാൽ മാത്രമേ എനിക്കിത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. വേണ്ട ഇതിപ്പോൾ ഇനി പൊട്ടിക്കാൻ പറ്റുന്നതാണ്. ഈ ഹണി ബ്ലോക്ക് കാരണം നിങ്ങൾക്ക് കൂടുതൽ ചാടാനും പറ്റില്ല. കണ്ട ഈ ആർമർ സ്റ്റാൻഡാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. ഗ്ലാസ് പെയിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രാപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇത് ഇവിടേക്ക് വരുന്ന അത് ഡിറ്റക്റ്റ് ചെയ്യണ ഇതിലേക്കൊരു വിൻ ചാർജ് ഇടുന്നത്. അതിന് ഇത്തിരി റെസ്റ്റോൺ എടുത്തിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ട് അവിടെ ആർമർ സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് അതേ റെസ്റ്റോൺ തന്നെ ഇവിടേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ട് ആക്കുക. പിന്നെ നോക്കേണ്ട ഇടയ്ക്ക് ഇങ്ങനെ ഇത് വെച്ചില്ലെങ്കിൽ ആ റെസ്റ്റോറിൻ്റെ ദൂരം എന്ന് പറയുന്നത് 15 റെസ്റ്റോറൻറ്റിലേക്ക് മാത്രമേ അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി പവറാവില്ല. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ആവും. പിന്നെ എന്തുകൊണ്ട് വേറൊരു റെസ്റ്റോറൻറ്റ് അടിയിലേക്ക് ഇങ്ങനെ സ്റ്റെയർ കേസ് പോലെ വെച്ചിട്ട് ഈ പിസ്റ്റണിലേക്ക് ആക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാക്കണം. ഈ ഇതിലേക്കൊന്നും ഒരു ടിക്ക് പോലും കൊടുക്കരുത്, ഒന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഈ ആർമർ സ്റ്റാൻഡ് വെക്കുന്നിടത്ത് ഈ 2 ബ്ലോക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെ 3 ബ്ലോക്ക് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ ആർമർ സ്റ്റാൻഡ് വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ആർമർ സ്റ്റാൻഡ് വെക്കുന്നതിനനുസരിച്ചാണ് ഈ ട്രാപ്പിൻ്റെ ലെങ്ത്തും വരുന്നത്. കുറച്ച് ആർമർ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആർമർ സ്റ്റാൻഡ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. കുറേ ആർമർ സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ കുറേ നേരം തന്നെ ഇവന്മാർ അത് പൊട്ടിച്ചിരിക്കുക. ആ നേരം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് കൊല്ലാവുന്നതാണ്. കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ.